ഹേ ഗായ്സ്, അപ്പോൾ കുറേ നാളിന് ശേഷം എഗെയിൻ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗ് തന്നെ കുറേ നാളിന് ശേഷമാണ്. സോ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേരള ടു ഹൈദരാബാദ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലീപ്പർ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഉച്ചയ്ക്ക് ഒരു 2:30 ആയപ്പോഴാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ആയിരിക്കും അവിടെ എത്തട്ടോ. അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് ബർത്ത് സീറ്റാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഡബിൾ ബെഡ് വരുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പം നല്ല ഫീലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്ലീപ്പർ ബസ്സിൽ പോകുന്നത്. നല്ല ഫീലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഫീല്. ആൻഡ് കാഴ്ചകളൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഉയരത്തിലാണല്ലോ നമ്മളിപ്പോൾ. സോ എല്ലാം നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു ബസ്സിൽ കയറണം എന്നുള്ളത്, സ്ലീപ്പർ എടുക്കണം എന്നുള്ളത്. സോ ഫൈനലി അത് സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ ആവുന്നത് വരെ, അതായത് ഹൈദരാബാദ് എത്തി അവിടെ ഇറങ്ങുന്നത് വരെ ഈ ഒരു ബർത്തിലാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. രാത്രിയാകുമ്പോൾ നമുക്ക് ഉറങ്ങാം. പക്ഷേ ഉറങ്ങാനൊന്നും തോന്നിയില്ല കേട്ടോ. ഇങ്ങനെ കാഴ്ചകൾ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് പൊതുവേ അത് ഒരു ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പിന്നെ ഞങ്ങളിതാ കർണാടക എത്തി. അവിടെ കണ്ടില്ല കുറേ തരിശു ഭൂമി, കൃഷിഭൂമികളൊക്കെയാണ് കൂടുതലായിട്ട് കാണാനുള്ളത്. ഒരു ഡ്രൈ ഏരിയ അല്ലേ ഇത്. പിന്നെ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും പോവാത്തവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. അതല്ലെങ്കിൽ റോഡ് സൈഡ് കാഴ്ചകൾ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഞാൻ കട്ട് ചെയ്യാതെ. ഒരുപാടുണ്ട്, കട്ട് ചെയ്തത് കുറേ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഇവിടുത്തെ ഒരു കാഴ്ചകളും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണ്ടേ. എനിവേ, നമുക്ക് കുറച്ച് മ്യൂസിക് ആവാം അല്ലേ. അങ്ങനെ ഗുണ്ടൽപേട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേണ്ടവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കേണ്ട. അപ്പോൾ ഫുഡ് കഴിക്കാനും ബാത്റൂം പോകാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യത്തിനായിട്ട് ഇവിടെ വണ്ടി നിർത്തിയതാണ്. കുറച്ച് സമയമുള്ളൂ. ആ സമയം കൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന് ഫുഡ് കിട്ടുള്ളൂ നമുക്ക്. പിന്നെ രാവിലെ മാത്രം അവിടെ ഇറങ്ങിയിട്ട് മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. അപ്പം ഒന്ന് ഫ്രഷ് ആവാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ദോശയും ചായയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ട്രാവൽ ചെയ്യുമ്പം എത്ര സ്നാക്സ് ഉണ്ടെങ്കിലും കഴിക്കാനുള്ളൊരിതുണ്ടാവും. കുറേ കഴിക്കും ഞാൻ. അപ്പോൾ കുറേ സമയം ഞങ്ങളങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. പക്ഷെ ഉറക്കം അങ്ങോട്ട് മുറുകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണർന്നു പോകുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ഈ ഒരു സ്ലീപ്പർ ബസ്സിൽ കയറിയത്. കല്ലട ബസ്സാണ്. പിന്നെ കുറേ യാത്രയ്ക്ക് ശേഷം ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. സോ ആ സമയം നമുക്ക് അവിടെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സോ കുറേ യാത്രയ്ക്ക് ശേഷം രാവിലെ ആവാനായിട്ട്. അപ്പം ഞാൻ ഉറങ്ങായിരുന്നു. ഉണർന്ന് പോയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു വിഷ്വലാണിത്. അടിപൊളിയായിരുന്നു. ഫോണിൽ കാണുന്നത് പോലെയല്ല, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഉണരുക അങ്ങനെ കളിച്ച്. അപ്പോൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനാവും കേട്ടോ.
ആൻഡ് ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഹൈദരാബാദിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബസ്. ഞങ്ങൾ കിടന്ന സീറ്റൊക്കെ അതാണ്, ഞാൻ കാണിച്ചില്ലേ, അതാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. കല്ലട ബസ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഒരു ബസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ബസ് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ചു. ശരിക്കും ആ ഓട്ടോ പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അയാൾ ചെറുതായിട്ടൊന്ന് ചാമ്പലാണ്. എനിവേ കുഴപ്പമില്ല, ചില അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ശരിക്കും കല്ലടൻ്റെ ഒരു ചെറിയ ബസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ പോയാൽ മതിയായിരുന്നു. അത് ഓർത്തില്ല. പിന്നെ ഞങ്ങൾ ഹൈദരാബാദ് കംപ്ലീറ്റ് കണ്ടതും ഓട്ടോയിലാണ് കേട്ടോ. ആദ്യം തന്നെ ഓട്ടോയിൽ കയറി റൂമിൽ പോയി ബാഗൊക്കെ അവിടെ വെച്ച് അവിടെ സ്വിഗ്ഗി വഴി ഫുഡ് ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ വേറൊരു ഓട്ടോയിൽ, അതായത് മലയാളിയായിരുന്നു കേട്ടോ, അവരുടെ ഓട്ടോയിൽ ഹൈദരാബാദ് ഫുള്ളായിട്ട് കാണാൻ കേട്ടോ ചെയ്തത്. അതായത് കാറിലോ ഒക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും. നമുക്ക് വിചാരിച്ച സമയത്തൊന്നും എത്താനൊന്നും പറ്റില്ല. ഓട്ടോ ആണെങ്കിൽ അത്ര തന്നെ ട്രാഫിക് ഫീൽ ചെയ്യില്ല. പിന്നെ കേരളം പോലെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ഓട്ടോയിലൊക്കെ എത്ര ആൾക്ക് വേണമെങ്കിലും കയറാം. അതേപോലെ ബൈക്കാണെങ്കിലും ഹെൽമെറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. എത്ര ആൾക്ക് വേണമെങ്കിലും ബൈക്കിലും കയറാം. അതൊന്നും നോക്കുന്നേ അല്ല കേട്ടോ. സോ അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റോഡല്ല, ഐ മീൻ റോഡ് സൈഡൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് കുത്തുബ്ഷാഹി ടോംസിലാണ് കേട്ടോ. ഇവിടുത്തെ കുത്തുബ്ഷാഹി രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിട്ട് അവരുടെ സ്മാരകമായിട്ട് പണിത മക്ബറകളും പള്ളികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. എത്രയോ ഏക്കറയിലാണ് മൊത്തമായിട്ട് ഇത് വരുന്നത് കേട്ടോ. ഒരുപാട് ഏരിയ കവർ ചെയ്യാണ്ട് നല്ല ഗാർഡനൊക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവരുടെ ഹിസ്റ്ററി പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വിസിറ്റേഴ്സിന് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസ്ട്രക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ. കാരണം എനിക്ക് പൊതുവേ ഇങ്ങനെ പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ഒരു സ്മാരകമായിട്ടുള്ളതാണ് ഇത്. ഹൈദരാബാദിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇവരുടെ കുറേ കാര്യങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മുടെ വ്ലോഗ് എവിടെയും എത്തില്ല ഗൈസ്. എനിക്ക് പറയാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ എവിടെ എത്തില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ ഇത് ഭയങ്കര സൈസുള്ള സംഭവമാണ്. വലിയൊരു തറൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു സംഭവം പണിതിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്തതുണ്ട്. പിന്നെ ഡോമൊന്നും കംപ്ലീറ്റ് ആവാതെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആയതൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകിലൊരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു കച്ചവടം ഉണ്ട്, ഫ്രൂട്ട്സും ചെറിയ സ്നാക്സൊക്കെ ആയിട്ട്. പിന്നെ നമുക്കിവിടെ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ അവിടെ കണ്ടൊരു പോണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ചെറിയ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ചിലതൊക്കെ ചെറുതും ചിലത് വലുതൊക്കെയാണ്. മെയിനായിട്ടുള്ള സുൽത്താൻ്റെതാന്ന് തോന്നുന്നു വലുതായിട്ട് വരുന്നത്. അത് 2 ഫ്ലോറായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വരാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം. മാത്രമല്ല പീസ്ഫുള്ളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. പിന്നെ അവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഉച്ചയായി, ഫുഡ് കഴിക്കുന്ന സമയമായി. അപ്പം ഞങ്ങൾ അവിടെ പോപ്പുലറായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിക്കുന്നത്. ഹൈദരാബാദ് വന്നാൽ പിന്നെ ഹൈദരാബാദ് ബിരിയാണിയാണല്ലോ കഴിക്കേണ്ടത്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സോ ഞങ്ങൾ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തിപ്പെട്ടു. ഞങ്ങൾ 2 ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ചിക്കനും പിന്നെ ഒന്ന് മട്ടനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് 2 പേർക്ക് ഒരെണ്ണം തന്നെ ധാരാളമാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സൈഡൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ കറി പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷേ അത്യാവശ്യം സ്പൈസി ആയിരുന്നു കേട്ടോ. സോ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഓട്ടോയിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദിലൊരു സ്ട്രീറ്റിൽ കൂടിയൊക്കെ തന്നെ പോവുകയാണ്. അവിടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. സ്ട്രീറ്റ് ഫുഡും പിന്നെ കുറേ അല്ലാത്ത കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പഴയ ബിൽഡിങ്ങാണ്, പഴയ ഒരു ആർക്കിടെക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ചാർമിനാറാണ്. ചാർമിനാറിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി പോപ്പുലർ ആൻഡ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇൻ ഹൈദരാബാദ്. നമ്മുടെ ഇന്ത്യൻ ഫേമസ് ആയിട്ടുള്ള മോണ്യുമെൻറ്റിൽ പെട്ടതാണ് ചാർമിനാർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 മിനാറുള്ളത് കൊണ്ടാണ് ചാർമിനാർ എന്ന് പറയുന്നത്. 4 മിനാറുള്ളൊരു പള്ളിയാണിത്. ഇവിടെ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സംഭവം അത് കാരണം ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നില്ല.
സീരിയസ്ലി ഇതിൻ്റെ തൊട്ട് താഴെ വരെ ഷോപ്പിംഗ് ആണ്, പല തരത്തിലുള്ള സംഭവങ്ങൾ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനും ഇഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കിതൊക്കെ മീഷോയിലുള്ള സംഭവങ്ങളായതുകൊണ്ട് എനിക്കിപ്പോൾ എത്ര താല്പര്യമില്ല. എനിവേ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത്. നമുക്ക് ഇവിടേക്ക് വരാനും കാണാനൊന്നും ഫീസില്ല, പക്ഷേ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ സ്പൈറലായിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. കോണിപ്പടികൾ വളരെ ചെറിയ, വളരെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതിങ്ങനെ സ്പൈറലായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുറ്റി കയറണം മുകളിലേക്ക്. മുകളിലെത്തിയാൽ പിന്നെ ഹൈദരാബാദ് സിറ്റിൻ്റെ എല്ലാ ഭാഗവും 4 ഭാഗവും കാണാൻ പറ്റും കേട്ടോ. അവിടെ നമുക്ക് തന്നെ കാണാൻ പറ്റും എത്രത്തോളം കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. വൈബ്രൻ്റ് ആയിട്ടുണ്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ വിൽക്കുന്നത് കാണുമ്പോൾ അല്ലേ, കളർഫുള്ളായിട്ട്. സോ ആ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഗേറ്റ് വരുന്നത്. അവിടെയൊക്കെ കച്ചവടം ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേഗ് നിർമ്മാർജ്ജനത്തിനെ തുടർന്ന് സ്മാരകമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചാർമിനാർ എന്ന് പറയുന്നത്. അന്നത്തെ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് ഷാഹി കുത്തുബ് ഷാ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാണാൻ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ട്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എനിവേ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ 4 മിനാരങ്ങളും 4 ഖലീഫമാരെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിലെ ഖലീഫമാരെ 4 ആളെ പ്രതിദാനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു നേർച്ച പോലെ പ്ലാഗ് മാറാൻ വേണ്ടിയിട്ടൊരു നേർച്ച പോലെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ എനിവേ നല്ലൊരു പ്ലേസാണ്, നിങ്ങൾക്ക് എന്തായിട്ടും വിസിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങിട്ടോ. വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ അതിലൂടെ കുറച്ചൊക്കെ ചുറ്റി നടന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു വശത്തായിട്ടാണ് മക്ക മസ്ജിദ് വരുന്നത്. സോ അടുത്തത് ഞങ്ങൾ അവിടേക്ക് പോകാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സോ അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കി. ഇതാണ് മക്ക മസ്ജിദ് കേട്ടോ. അങ്ങനെ ഈവനിങ് ആണ് ഞങ്ങൾ അവിടെ എത്തിയത്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇഷ്ടം പോലെ പ്രാവുകളുണ്ട് കേട്ടോ അവിടെ. ആ പ്രാവിനെ നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും. ഗോതമ്പ് നുറുക്ക് പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ കുറേ പ്രാവും കുട്ട കാണണമെന്നുള്ളത്. അത് ഞാൻ ആവശ്യത്തിലധികം അവിടെ നിന്ന് കണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു കുൽഫിയൊക്കെ കഴിച്ചു കേട്ടോ. ഹൈദരാബാദിൽ നിന്ന് കുൽഫി കഴിക്കണമെന്നും എൻ്റെ ഒരു ആഗ്രഹത്തിൽപ്പെട്ടതായിരുന്നു. ഫൈനലി അതും സാധിച്ചു. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണുള്ളത്. എനിവേ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ റോഡ് സൈഡിലൊക്കെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓരോ ഏരിയ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. സ്റ്റീലിൻ്റെ ഒരു ബിൽഡിംഗ്, ഒരു ദീപം പോലെയൊക്കെ നമുക്കിങ്ങനെ തോന്നും. അന്ന് വണ്ടർ അടിച്ചിട്ട് നോക്കിയെന്നൊരു സംഭവമാട്ടോ. അത് പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായത് തെലങ്കാന രക്തസാക്ഷി സ്മാരകമായിട്ട് പണിതിട്ടുള്ളതാണ്. എന്തായാലും ഒരു വെറൈറ്റി കൺസ്ട്രക്ഷനാണത്, നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഇവിടെ ഒരു സൈഡിലായിട്ട് ഹുസൈൻ സാഗർ ലേക്കിൻ്റെ വ്യൂ വരുന്നുണ്ട്, മറ്റേ സൈഡിൽ NTR ഗാർഡനുമാണ് വരുന്നത്. ഈ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉള്ള നല്ല ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ളൊരു പാർക്കാണ്, ഒരു ഗാർഡനാണ്. പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡ് കച്ചവടമൊക്കെ അതിൻ്റെ ഗേറ്റിന് മുമ്പിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി. അവിടെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. മുമ്പ് എന്തോ സംഭവം ഉള്ളത് കൊണ്ടാണ് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത്. അത് ലേഡീസും ജെൻസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് എൻട്രി വരുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്യു കാണാം. ഭയങ്കര വലിയൊരു സ്റ്റാച്യു ആണ്. എനിക്ക് തോന്നുന്നു അംബേദ്കർ പ്രതിമകളിൽ ഏറ്റവും വലുതാണെന്ന് തോന്നുന്നു, നല്ല ഗോൾഡൻ കളറിലൊക്കെ. അപ്പം ഇതാണ് ഈ ഒരു പാർക്കിലെ വ്യൂ. നല്ല ആൾക്കാരുമുണ്ട്. പിന്നെ ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ റൈഡുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് രാത്രിയായിരുന്നു എത്തിയത്. പകലായിരുന്നെങ്കിൽ കൂടുതൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറേ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഏരിയ ഉള്ളൊരു പാർക്കാണിത്. പിന്നെ ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ചായ കുടിച്ചു. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ഫുഡുകളൊക്കെ കിട്ടുന്ന കുറേ കടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ ചായ നമ്മൾ സാധാ ചായ ഒന്നും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ റോഡ് ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്തിട്ട് ഈ ഒരു ലേക്ക് വ്യൂ കാണാൻ വേണ്ടി വന്നിട്ടോ. ഇതാണ് ഹുസൈൻ സാഗർ ലേക്ക്. ഇവിടെ ഈ വാട്ടർ ഷോവും പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ആ ഒരു ലേക്ക് കണ്ട് അവിടെ കുറച്ച് സമയം ചുറ്റിത്തിരിഞ്ഞ് സ്ട്രീറ്റ് ഫുഡ് കുറച്ച് പാനിപൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, രാമോജി ഫിലിം സിറ്റി. അവിടെ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഹൈദരാബാദിൽ നിന്ന്
കുറച്ച് ദൂരെയാണ് കേട്ടോ ഇതുള്ളത്. സോ ഞങ്ങൾ കാറിലാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ, ഈ എൻട്രി തന്നെ ഇത്രയും ലോങ് ഉണ്ട്. പിന്നെ ഇത് ഉള്ളിലേക്ക് ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാണ്ട്, ഓരോ സ്ഥലങ്ങളും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒരാൾക്ക് 1000 എബോവ് ആണ്, കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങണം. അവിടെ നിന്ന് പിന്നെ അവരുടെ ഒരു വിൻറ്റേജ് ബസ് ഉണ്ട്, ഒരു റെഡ് കളറ് നല്ല വിൻറ്റേജ് ലുക്കുള്ള ബസ്സുകൾ വരും. അതിൽ നമ്മൾ കയറിയിട്ട് നമ്മളെല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ചുറ്റി കാണുക കേട്ടോ ചെയ്യുക. നമുക്കൊപ്പം ഒരു ഗൈഡ് കൂടെ ഉണ്ടാവും. നമുക്ക് ഓരോ ഏരിയ ഇങ്ങനെ ഓരോന്നും എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡ് ഒരു ബസ്സിലുണ്ടാവും കേട്ടോ. അവർ മൈക്ക് വെച്ച് ഇങ്ങനെ സംസാരിക്കും. സോ ഈ ഒരു ബസ്സിലാണ് ഫസ്റ്റ് നമ്മൾ പോവുക. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങും. എന്നിട്ട് വിൻറ്റേജ് ബസ്സിൽ കയറും. അപ്പം ഞങ്ങളുടെ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം ഇതാണ് ഞങ്ങൾക്ക് കയറാനുള്ള ബസ്. അതിൽ കയറി ഇരുന്ന് കുറേ ഇങ്ങനെ യാത്ര ചെയ്ത ശേഷമാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തുക. 2000 ഏക്കറിലെങ്ങാനാണ് ഈ റാമോജി ഫിലിം സിറ്റി ഉള്ളത് എന്നാണ് തോന്നുന്നത്. ഏകദേശം ആ ഒരു റേഞ്ചാന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ നമ്മൾ ബസ്സിലിങ്ങനെ പോയിട്ട് കാണാൻ കേട്ടോ ചെയ്യുക. കുറച്ച് ദൂരം നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് ആവാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ വോയിസ് ആയിട്ട് വരാം. ഓക്കേ. ഈ ഒരു റാമോജി ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇവിടെ ഓരോ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ മൈസൂരുള്ള വൃന്ദാവൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൽഹിയിലുള്ള മുഗൾ ഗാർഡന്, അങ്ങനെ കുറേ പല സ്ഥലങ്ങളിലായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫിലിം സിറ്റിയിൽ വന്നാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്ലേസുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയ മലയാളം സിനിമ സോങ്സ് തന്നെ എടുത്താൽ നമുക്കറിയും, കുറേ മലയാളം എന്നല്ല, ഏത് തമിഴാണെങ്കിലൊക്കെ തന്നെ സോങ്സിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി വരാറില്ല, പല ഗാർഡനുകളായിട്ട് വരാറുണ്ട്. സോ അതൊക്കെ ഇങ്ങനത്തെ മേ ബി ഇവിടുന്നൊക്കെ എടുത്തതായിരിക്കും. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇതൊക്കെ നമ്മൾ യാത്രയിൽ കാണുന്ന സംഭവങ്ങളാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ അങ്ങനൊന്നും പറ്റൂല. പക്ഷേ നമ്മളിപ്പോൾ മറ്റൊരു ബസ്സിൽ കയറിയിട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സിൽ പോവും. എന്നിട്ട് ഒരു സ്ഥലത്ത് നമ്മളെന്താവും ഇറങ്ങും. എന്നിട്ട് ആ ഒരു ഏരിയ നമ്മൾ ചുറ്റി നടന്ന് കാണും. ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോവും. അവിടുന്ന് അടുത്ത ബസ് വരുമ്പോൾ നമ്മളതിൽ കയറുന്നു. പിന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അവിടെ ഇറങ്ങിയിട്ട് അവിടെയുള്ള ഏരിയകൾ കവർ ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി വരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൈസൂർത്തെ വൃന്ദാവൻ ഗാർഡൻ. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം മൈസൂർ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട, ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി. ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ബാഹുബലിൻ്റെ സെറ്റ് ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നുണ്ട്. അത് ബാഹുബലിക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. സോ ആ ഒരു സെറ്റ് ഇവിടെ ഉണ്ട്. അത് ഏറ്റവും ലാസ്റ്റായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് ഏരിയ കാണാനുണ്ട്. അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ബസ് വരാൻ കുറച്ച് ലേറ്റായി. ഞങ്ങൾ കുറച്ചധികം തന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ് വന്നപ്പോൾ ഞങ്ങളങ്ങനെ കയറി. അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള വിൻറ്റേജ് ബസ്സസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ബസ് വരുന്നതിനനുസരിച്ച് ആൾക്കാർ അതിൽ കയറുന്നുണ്ട്. ബസ് ഇങ്ങനെ പുറകിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് വരാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചധികം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോയാ, അപ്പോൾ ഈ വരുന്ന ബസ്സാണ് കേട്ടോ നമ്മുടെ ബസ്. നമ്മളതിൽ കയറിയിരുന്നു. പിന്നെ ഈ വാളിൽ കാണുന്നത് അവരുടെ ഗിന്നസ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ ആയിട്ട് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. മെയിൻ്റെനൻസ് വർക്കോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ സെറ്റാണ് കേട്ടോ, ഒറിജിനൽ ബിൽഡിംഗ് അല്ല. ഇതൊക്കെ ബോർഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പല മൂവീസിൽ കണ്ട പല രംഗങ്ങളും ഇവിടെ നിന്നൊക്കെ എടുത്തതാണ്. നമ്മുടെ ലക്കി ഭാസ്കറിലുള്ള ആ ഒരു ക്വാർട്ടേഴ്സൊക്കെ അവർ താമസിക്കുന്ന ഒരു ഏരിയ അല്ലേ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ സെറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. फतेहपुर सिकरी बुलंद दरवाजा. Here you can see Telugu movie Resugurram. गंगूबाई काठियावाली मूवी में देख सकते हैं इस जगह को. लक्की भास्कर मुंबई. टोटल एरिया यू कैन सी मूवी लक्की भास्कर. बस के सीधा सामने देखिए. ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേ ഭാഗങ്ങൾ വീഡിയോ എടുക്കാത്തതുണ്ട്. നമ്മൾ കണ്ട് ആസ്വദിച്ചതായിരുന്നു. എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. Sometimes we use like a ताजमहल also. कभी कभी इसे ताजमहल के जैसा भी दिखाते हैं, पूरा व्हाइट पेंट लगा के. ज्यादा नहीं देखना है, मुमताज नहीं है अंदर. तो तेलुगु मूवी का नटी RRR, हिंदी सूर्यवंशी एंड सिंघम रिटर्न मूवी देख सकते हैं यहाँ पर. राइट साइड ओनली फ्रंटल मोशन यूज करते हैं शूटिंग के समय पर. ये पूरा सेट से सेटिंग्स जो बनाया गया है प्लास्टर ऑफ पेरिस फाइबर कार्डबोर्ड से. अभी आपके राइट साइड में देखिए क्रीम कलर का बड़ा सा बिल्डिंग, हेड ऑफिस ऑफ रामोजी ग्रुप, कॉर्पोरेट बिल्डिंग ऑफ रामोजी. ये असली है, सीमेंट और कंक्रीट से बनाए गए उड़े. के सेंट्रल जेल में ഡമ്മികൾ എന്തിനാ? ഇത് നമ്മുടെ പുരാണത്തിലുള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ കുറേ ഏരിയ ഞങ്ങൾ ബസ്സിലും കുറച്ച് നടന്നൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഫൈനലി ബാഹുബലിൻ്റെ സെറ്റിലെത്തിട്ടോ. ഇപ്പോൾ ഇതാണ് ബാഹുബലിൻ്റെ സെറ്റ് വരുന്നത്. ഇത് ഫിലിം കഴിഞ്ഞിട്ട് ഈ ഒരു സെറ്റ് പൊളിക്കാതെ ഇങ്ങനെ വിസിറ്റേഴ്സിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കവാടമാണ്. കുറേ ദൂരം നമുക്ക് നടക്കാനും നടന്ന് കാണാനുള്ളതും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് ഈ ഒരു സെറ്റ്. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും. പിന്നെ ഇവിടെ ഇത് കൂടാതെ നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ, കോമൺ ആയിട്ട് ഫിലിമിൽ വേണ്ട റെയിൽവേ സ്റ്റേഷന്, ബിൽഡിങ്സ്, പിന്നൊരു ഇതുണ്ട്, എയർപോർട്ട് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല നീറ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരുപാട് സ്റ്റാഫുകളുണ്ട്. എല്ലായിടത്തും തന്നെ നല്ല നീറ്റാണ് കാണാനൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഇവിടെ ഏതൊരു ഷൂട്ട് നടക്കുന്നുണ്ട്, തെലുങ്ക് സിനിമൻ്റെ എങ്ങാനും. അപ്പോൾ അതിലുള്ള കുറച്ച് ആക്ടേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. ബസ്സിൽ നിന്നാണ് കാണുന്നത്. അപ്പം അതൊക്കെ കണ്ട്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, മെയിനായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ അതല്ലാതെ ഓരോ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു കഫേ പോലുള്ളൊരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അറിയും, അവതാറൊക്കെ മൂവിയില്ലേ, അതൊക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു രീതി നമുക്ക് കാണിച്ചു തരാണ് കേട്ടോ ഇത്. ब्लू कलर वॉल सामने देखिए, चारों तरफ जो ब्लू कलर का वॉल है इसको कहा जाता है ब्लू क्रोमा स्क्रीन. इसकी मदद से हम लोग एक लोकेशन में जाए बिना उसी लोकेशन को यहाँ पे शूट किया जाता है. With the help of blue chroma screen we will change one destination to another destination. പിന്നെ ഇതാണ് ലണ്ടൻ തീമിൽ സെറ്റ് ചെയ്തൊരു ഏരിയ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആംബിയൻസ് മൊത്തത്തിൽ അവിടത്തൊക്കെ ഒരു ആംബിയൻസ് ആയിരിക്കും. നമ്മൾ ഫോട്ടോ എടുത്താലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെ മഴ ചതിച്ചു ഗൈസ്. ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയായിരുന്നു, പക്ഷേ മഴ കാരണം അത് പറ്റിയില്ല. പിന്നെ ഈ കാണുന്നതാണ് ഗ്രീൻ സ്ക്രീന്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഗ്രീൻ കളറായിരിക്കും, പക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തുള്ള പോകണല്ലേ തോന്നുന്നത്. സോ ആ ഒരു സെറ്റപ്പാണത്. അങ്ങനെ ഇടക്കും തിളക്കുമായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചടപ്പ് വന്നു, കാരണം കുറച്ച് നടക്കാനൊക്കെ ഉണ്ടല്ലോ, മഴയത്ത് നടക്കും അത്ര
ഈസി അല്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഫാം പോലൊരു ബേഡ്സൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഏരിയ ചുറ്റി നടന്ന് നമ്മൾ ക്ഷീണിക്കും, അത്രയ്ക്കും നടക്കാനുണ്ട്. ഓരോ ബസ്സോ വന്നിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ ഇറക്കി വിടും. അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് നമ്മൾ അവസാനം അടുത്ത ബസ് സ്റ്റോപ്പിലേക്കായിരിക്കും എത്തിപ്പെടുക. അവിടെ നിന്നിട്ട് അടുത്ത ബസ്സിൽ കയറും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വരുന്നത്. അപ്പം ഇവിടെ പലതരം ബേഡുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ബേഡ്സ് ഉള്ളത്. അതായത് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇത് മൊത്തത്തിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് വിശാലമായിട്ട് നടക്കാൻ പറ്റും, അവർക്ക് വിശാലമായിട്ട് പറക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെഡ് കളറിലുള്ള ഒരു ബേർഡ് ഉണ്ട്, നമ്മളെ തത്തയൊക്കെ പോലുള്ള വേറെന്തോ ബേർഡ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസൊക്കെ വേറെന്തോ ഉണ്ട്, നമുക്കതൊന്നും അറിയില്ല. അപ്പം പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതാ ഇവിടെ എമു ഉണ്ട്. എമു ആണോ കേട്ടോ, പശയാണോ? എമു അല്ലേ, എമു ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ഷോകളുണ്ട് ഫിലിമിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ സൗണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഉള്ള ഒരു ലൈവ് ഷോ ആണ്. അതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ ഷോകളുണ്ട് കുറച്ചെണ്ണം. പിന്നെ ഇപ്പോൾ പോകുന്നതൊരു ആനിമേഷൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഒരു ട്രെയിനിൽ കയറും. ആ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീനും അല്ലാതെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് പോവാം കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിട്ടോ. കുറേ കാര്യങ്ങൾ അവിടുത്തേത് ഞാൻ കാണിക്കാത്തതുണ്ട്, ഞാൻ വീഡിയോ എടുക്കാത്തതുണ്ട്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ, പെരും മഴയാണ്. പിന്നെ ഹൈദരാബാദിൽ മഴ പെയ്താൽ നല്ല ട്രാഫിക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. അന്ന് തന്നെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടോ ബസ്സിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പിറ്റേ ദിവസം വരെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ പെരുമഴയത്താണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഫൈനലി ബസ്സിൽ കയറി. ഇത് ഞങ്ങൾ മൈസൂരിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് ബസ് എടുത്തത്, ഡയറക്റ്റ് നാട്ടിലേക്കുള്ളതല്ല കേട്ടോ. ഇപ്പോൾ മൈസൂർ ഇറങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അത്രയുള്ള ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈദരാബാദ് പോയത്. ഒരു വൺ ടൈം വിസിറ്റിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഞങ്ങൾ അവിടുന്ന് രാത്രിയായിരുന്നു ബസ്സിൽ കയറിയത്. പിറ്റേ ദിവസം ഈവനിങ് ആണ് വീട്ടിലെത്തിയത്. ഒന്നാമത് കണക്റ്റഡ് ആയിരുന്നു ബസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സാവധാനമാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.